പള്ളിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ജീവിച്ചു പോരുന്നത് ലോകവ്യാപകമായുണ്ട്. മദീനയിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പള്ളി സ്ഥാപിച്ചത് മുതൽ എന്ന് പറയാം. അതിന് മുന്നൊക്കെ പറയാനൊക്കെ പറ്റും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയത് മുതൽ എന്നൊക്കെ പറയാം. പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നു. കേരളീയർക്ക് പ്രത്യേകമായുള്ളതാണ് മദ്രസയുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ ജീവിച്ചു പോരുക എന്നത്. ഏകദേശം ഒരു മനുഷ്യന് ഒരു 50 വയസ്സായതിൻ്റെ ശേഷം പഠിച്ചോനെ ഒന്ന് നേരാണല്ലോ എന്ന് തോന്നിയാൽ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടി വരില്ല. എല്ലാം നേരത്തെ പഠിച്ചു വച്ചിട്ടുണ്ടാവും, എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും. അതിൻ്റെ ഒരു കാരണം മദ്രസയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് പലതും ഓർമ്മയില്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈമാൻ കാര്യം വരെ ഓർമ്മയില്ലാതായിട്ടുണ്ട് എന്നൊരു സംഭവം നമ്മൾക്കുണ്ട്. നമ്മളൊക്കെ പഠിച്ചതനുസരിച്ച് ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 വിശ്വസിക്കാൻ വേറെയുണ്ട്. ഇസ്ലാം കാര്യം വിശ്വസിക്കണം. ഈമാൻ കാര്യം മാത്രം വിശ്വസിച്ചാൽ പോരാ, ഇസ്ലാം കാര്യം വിശ്വസിക്കണം. നമ്മുടെ മദ്രസയിൽ 2 തരത്തിലുള്ള പുസ്തകമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഒന്ന് ദീനിയാത്ത് എന്നൊരു പുസ്തകം, പിന്നെ അമലിയാത്ത് എന്നുണ്ട് വേറൊരു പുസ്തകം. പിന്നെ കുറേ വലുതാവുമ്പോൾ താരീഖ്, തജ്വീദ്, ലിസാനുൽ ഖുർആൻ അങ്ങനെയൊക്കെയുള്ള കുറേ പുസ്തകങ്ങൾ പിന്നെ വരും. അടിസ്ഥാനമായിട്ടുള്ള പുസ്തകങ്ങൾ 2 ഒന്ന് ദീനിയാത്ത്, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബ്. മറ്റൊന്ന് അമലിയാത്ത്, കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബ്. കർമ്മപരത്തിന് ഫിഖ് എന്ന് വേറൊരു പേരുണ്ട്. ആ കുട്ടികൾ കുറച്ച് വലുതാവുമ്പോൾ പിന്നെ ഫിഖ്, കിതാബുൽ ഫിഖ് എന്ന് പറയും. വിശ്വാസപരമായ കാര്യങ്ങൾ ദീനിയാത്തിന് വേറൊരു പേരുണ്ട്, അഖായിദ് എന്ന് പറയും. അതും കുട്ടികളുടെ ശേഷം വലുതാവുമ്പോൾ പിന്നെ പറയും. അപ്പോൾ 2 തരത്തിലുള്ള കിതാബാണ് ഉള്ളത്. ഒന്ന് ദീനിയാത്ത്, ഒന്ന് അമലിയാത്ത്. ഇതിൽ ഇസ്ലാം കാര്യം പറയണ പാടുള്ളത് ശരിക്കും വേണ്ടത് അമലിയാത്തിലാണെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് ദീനിയാത്തിലാണ്. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഇസ്ലാം ഈമാൻ അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ള പാഠം ഇസ്ലാം കാര്യം 5 എന്നുള്ളത് ശരിക്കും വേണ്ടത് അമലിയാത്തിലാണ്. പക്ഷെ ആ പാടുള്ളത് ദീനിയാത്തിലാണ്. അതെന്താ ദീനിയാത്തിൽ വരാൻ കാരണം? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. ഈ 5 കാര്യം വിശ്വസിക്കണം. നിസ്കാരം ഒരാൾ നിഷേധിച്ചാൽ കാഫിറാവും. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവില്ല. നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും. നോമ്പ് നോറ്റിയില്ലെങ്കിൽ കാഫിറാവില്ല. നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. ഹജ്ജിന് പോയില്ലെങ്കിൽ കാഫിറാവില്ല. ഹജ്ജിനെ നിഷേധിച്ചാൽ കാഫിറാവും. അപ്പോൾ ഇസ്ലാം കാര്യം 5 വിശ്വസിക്കാനുള്ളത് തന്നെയാണ് അർത്ഥം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ 5, 6, 11 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 11 ഒതുങ്ങൂല. 11ന്റെ അനുബന്ധമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ല, കുറേ കാര്യങ്ങളാണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അതൊക്കെ വിശ്വസിക്കണം. വഖായിമുൻ ഗാനി വവാഹീദുൻ വാഹി ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ, അതൊക്കെ വിശ്വസിക്കണം. സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തന്തളിമു, ഇതൊക്കെ വിശ്വസിക്കണം. ഇനി അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, അത് കുറേ വിശ്വാസമാണ്. 1,24,000 അമ്പിയാക്കളെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാവരും വിശ്വസിക്കണം. അതിൻ്റെ പുറമെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാത്തിമുൽ അംബിയ ആണെന്ന് വിശ്വസിക്കണം. അമ്പിയാക്കളുടെ ഇസ്മത്ത് എന്ന പാപ സുരക്ഷിതത്വത്തെ വിശ്വസിക്കണം. ഈ 1,24,000 അമ്പിയാക്കളെ അള്ളാഹു അയച്ചതിൽ കുറച്ചാളുകൾ മുർസലീങ്ങളാണെന്ന് വിശ്വസിക്കണം. അതിൽപ്പെട്ട തന്നെ 5 പേര് ഉലുൽ അസ്മുകളാണെന്ന് വിശ്വസിക്കണം. ചില ആളുകൾക്ക് ശ്രീബുദ്ധൻ പ്രവാചകനാണെന്ന് അഭിപ്രായമുണ്ട്. ശ്രീബുദ്ധൻ പ്രവാചകനാണ്. നമ്മളെ അഭിപ്രായം എന്താ? ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മളെ അഭിപ്രായം.
അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പാടില്ല. അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടുക എപ്പോഴാണ്? ശിർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശിർക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടും. അതില്ലെങ്കിൽ നബി ആണേനി നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതേസമയത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് പറഞ്ഞു, ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൽ അംബിയ ആണ് എന്നതിന് അത് എതിരാവും. അതുകൊണ്ട് സമ്മതിക്കൂല. തന്നെ സംഗതി. ചില ആൾക്കാർക്ക് ശ്രീകൃഷ്ണൻ പ്രവാചകനാണെന്ന അഭിപ്രായമുണ്ട്. ചിലവർക്ക് എന്നാ പറഞ്ഞത്, നമുക്ക് എന്നല്ല കേട്ടോ, ചിലവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. നമ്മളെ അഭിപ്രായം എന്താ? ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആണെന്നുമില്ല അല്ലാന്നുമില്ല, ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അതേസമയത്ത് മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനാണ് എന്ന് പറഞ്ഞു, സമ്മതിക്കൂല. എന്താ കാര്യം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൽ അംബിയ ആണ് എന്ന വിശ്വാസത്തിന് അത് എതിരാക്കും. അതുകൊണ്ട് സമ്മതിക്കൂല. അപ്പോ അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, കുറേ വിശ്വാസമാണ്. എൻ്റെ വാപ്പാൻ്റെ പേര് ഇപ്പം എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല. അറിയാം, പക്ഷെ അറിയൽ നിർബന്ധമൊന്നുമില്ല. എൻ്റെ വല്ലിപ്പാൻ്റെ പേര് എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല. സംഗതി അറിയാം. വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേരും അറിയൽ നിർബന്ധമൊന്നുമില്ല. സംഭവം അറിയാമെന്ന് മാത്രം, നിർബന്ധമില്ല. വാപ്പാൻ്റെ പേരിനെ നിർബന്ധമില്ല, പിന്നെ വല്ലിപ്പാൻ്റെ ഏതായാലും നിർബന്ധമില്ല. അതേസമയത്ത് മുഹമ്മദ് നബിയുടെ 20 വാപ്പാരെ പേര് അറിയൽ നിർബന്ധമാണ്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ് ഉസൈകിലാബുൻ മുറത്തുൻ കഅബുൽ ലുവൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സുമ്മ മൂദറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. എവിടെ ഉണ്ട്? മദ്രസയിലെ ബുക്കിൽ ഉണ്ട്, നമ്മൾ മറന്നതാണ്. സംഭവമുണ്ട്, മദ്രസയിലെ ബുക്കിലുണ്ട്. നബി തങ്ങളുടെ 20 വാപ്പാരെ പേരുണ്ട്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഇനിയിപ്പോൾ കാട്ടാനുള്ളത് ഒന്നുകിൽ മദ്രസയിലെ ബുക്ക് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ വല്യമ്മാൻ്റെ 15 കേട് നോക്കിയാലും കിട്ടും. അതിലുണ്ടാവും, വല്യമ്മാരുടെ അടുത്തുണ്ടാവും ഒരു 15 കേട്. അതിലുണ്ട് കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞിട്ട് മജ്ലിസ് നൂറൊക്കെ പോലത്തെ വേറൊരു സാധനം. മജ്ലിസ് നൂറിൻ്റെ അതിലുണ്ടാകുന്ന പേര് ബദരിയത്തുൽ മങ്കൂസിയ എന്നാണ്. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സാധനം ഉണ്ടാവും, കിഫായത്തുൽ അവാം. അതിന് വേറെയും പേരുണ്ട്, കിഫായത്തുൽ ഈമാൻ. വേറെയും പേരുകളുണ്ട്. മഹാനായ സയ്യിദുന അഹ്മദ് അൽ മർസൂഖി എന്ന വലിയൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് കിഫായത്തുൽ അവാം. ഈമാൻ കാര്യം ചുരുക്കി പറഞ്ഞ കിതാബാണ്. ഉരുളാക്കിയിട്ട് ഇങ്ങനെ ക്യാപ്സൂളാക്കിയിട്ട് ഈമാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 25 അമ്പിയാക്കളെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ 25 അമ്പിയാക്കളുടെ പേരറിയൽ നിർബന്ധമാണ്. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹുത്തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽയസ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തബ. എവിടെ ഉണ്ട്? മദ്രസയിലെ ബുക്കിലുണ്ട്. അത് പഠിപ്പിക്കാനാ പഠിപ്പിക്കാനപ്പോൾ നമ്മൾ മദ്രസ ഉണ്ടായിക്കണേ. മദ്രസയിലെ ബുക്കിലുണ്ട്. അറിയാത്തവരിഞ്ഞിപ്പോൾ എന്താ കാട്ടുക? ഒന്നുകിൽ കുട്ടികളെ മദ്രസ ബുക്ക് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വല്യമ്മാൻ്റെ 15 വേർഡ് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി. എന്താ ഈ വല്യമ്മാൻ്റെ 15 വേർഡ് എന്ന് പറയാൻ കാരണം? വല്ലിപ്പാക്ക് ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. വല്ലിപ്പാക്ക് ആയാതി പരിപാടിയൊന്നുമില്ല. വല്ലിപ്പാക്ക് ഖുറാനോത്തില്ല, ഏടില്ല, ഓത്തില്ല, പാട്ടില്ല, മൗലുദില്ല, ഒരു പരിപാടിയില്ല. വല്ലിപ്പാൻ്റെ പരിപാടി എന്താ വെച്ചാൽ റമദാൻ 1 അന്ന് ളുഹുർക്ക് പള്ളിയേക്കിട്ട് വരും. അങ്ങനെ ളുഹുസ്കാരം കഴിഞ്ഞിട്ട് ആ മുസാഫിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു തുടങ്ങൽ. ആ ഒരു 1.5 തുടങ്ങലേക്കാരം. ഒരു 4 പേജ് കഴിയുമ്പോഴേക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും, വല്ലിപ്പ അന്നാണ്ട് പോയാൽ പിന്നെ വരിക 22 അതിൻ്റെ അന്നാണ്. അത് വെള്ളിയാഴ്ചയും കൂടിയും ചേർന്ന് വന്നാൽ, അല്ലെങ്കിൽ അന്നും കാക്കണ്ട എന്നുള്ളതാണ്. പിന്നെ പെരുന്നാൾക്ക് കാത്താൽ മതി. അതാണ് വല്യമ്മാനെ പറയാൻ കാരണം. നിങ്ങളിനോട് ഈറടിച്ചിട്ടൊന്നും കാര്യമില്ല. വല്യമ്മ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ റമദാനൊക്കെ ആകുമ്പോൾ
റമദാൻ 28-നോ 29-നൊക്കെ ഒരു ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് മഹല്ലിലൊരു പരിപാടി വെക്കും, ഖുത്ബോധന മഹല്ലിൽ. അപ്പോൾ എല്ലാവരോടും പറയും നമുക്ക് ദ്വാരക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടാൻ എല്ലാവരും ഓദ്യ ഹത്തത്തിൻ്റെ എണ്ണം ഒന്ന് ചെറിയൊരു കടലാസിൽ എഴുതി കൊണ്ടുകൊണ്ടു എന്ന് പറയും. വല്ലിപ്പാരൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് തീരാൻ പോണു എന്നേ ഉള്ളൂ. വല്യമ്മ 4-5 ഓതി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വല്യമ്മാനെ പറയണതിൻ്റെ കാരണം. ഖുർആനോത്തിലും മൗലൂദോദനയിലും ദിക്റും സലാത്തിലൊക്കെ ഓല് വളരെ മുമ്പന്തിയിലും നമ്മൾ വളരെ ബാക്കിലുമാണ്. സംഗതി ഇപ്പം നമ്മളൊക്കെ ഒരു വർഗ്ഗമാണ് കണ്ട് കാര്യമില്ലല്ലോ, ഉള്ള മാതിരി പറഞ്ഞതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറാവണം, ദേശം കൂടി ഒന്ന് ഉഷാറാവണം. വളരെ ചുരുങ്ങിയ പരിപാടിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. കുറഞ്ഞ പരിപാടി, ഒരു സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുക, ഒരു തബാറക്ക എല്ലാ ദിവസവും ഓതുക. ഒന്ന് ദുന്യാവുക്കുള്ളതും ഒന്ന് ആഖിറത്തുക്കുള്ളതും എന്ന് പൊതുവെ പറയാന്നേ ഉള്ളൂ. സംഗതി രണ്ടും ആഖിറത്തുക്കുള്ളത് തന്നെയാണ്. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാരിദ്ര്യം പേടിയില്ലാത്ത ആരുമില്ല. 15 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായാലും ദരിദ്രനാവാൻ 1 മിനിറ്റ് മുഴുവൻ വേണ്ടി വരില്ല. അത് 15 ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഫക്കീറാവാൻ 1 മിനിറ്റ് മുഴുവൻ വേണ്ട. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദ്ഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതിയാൽ അവന് ഒരിക്കലും ദാരിദ്ര്യം വരൂല. ദാരിദ്ര്യം പേടില്ലാത്ത ആരും ഇല്ലല്ലോ. ഈ അബദൻ എന്ന് പറഞ്ഞതിന് വേറെ അർത്ഥം കൂടി ഉണ്ട് എന്നാണ്. അബദൻ എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ വരൂല എന്ന് മാത്രമല്ല, ആഖിറത്തിലും വരൂല എന്നാണ്. ആഖിറത്തിലൊരു ദാരിദ്ര്യം ഉണ്ട്. എന്താ ആഖിറത്തിലെ ദാരിദ്ര്യം? എല്ലാ റമദാൻ മാസത്തിലും ഉംറക്ക് പോയതും എല്ലാ ഹജ്ജ് മാസത്തിലും ഹജ്ജിന് പോയതും മദ്രസ പണിക്ക് 2500 കൊടുക്കലും പള്ളിക്കത്തെ പായ് മാറ്റാൻ വേണ്ടി പൈസ കൊടുത്തതും ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മഹ്ശറയിലാണ് ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ ഓരിച്ച് തീർന്ന അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ, അതൊരു ദാരിദ്ര്യമാണ്. അതും വരൂല എന്നാണ് സൂറത്തുൽ വാഖിയ പതിവാക്കിയ ആൾക്ക്. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, സ്റ്റേജ് മുകളിലൊരൊന്നും മേടിച്ചോളി, സദസ്സൊന്നും മേടിച്ചോളി, എല്ലായിടത്തൊന്നും മേടിച്ചോളി, കായ് എല്ലാവരും കൊടുക്കിയിട്ടാണ് ഈ പരിപാടിക്കുള്ള പൈസ എല്ലാവരും ഇടുക്കി കായ കൈ പിടിച്ച് പൈസ കൈ പിടിക്കുന്നിട്ടാണ് അടുത്ത കാര്യം പറയുന്നത്. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ആ പൈസ എടുക്കാനാണ് ചൊല്ലിയത്, എടുത്തില്ലേ? ഇനി പോലെ അങ്ങനെ ആളങ്ങനെ വരുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. ഇങ്ങോട്ട് നോക്കണം, നല്ല വേദറിയാം. നോട്ടം ഇങ്ങോട്ട് എടുക്കാൻ പിന്നെ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇട്ടുകൊടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. എടുക്കാൻ നോക്കിയില്ലെങ്കിൽ വല്ല വല്യമ്മാൻ്റെ ഗോരോജനാഥിൻ്റെ പൈസ എടുത്തുങ്ങാണ്ട് ഇട്ടാൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് എടുക്കാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് വെച്ചത്. ഇടാൻ നോക്കണ്ട, അങ്ങോട്ട് നോക്കുക എല്ലാവരും. അങ്ങനെ അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് 6ആണ്, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6അല്ല. ഇസ്ലാം കാര്യങ്ങൾ എന്നത് 5ആണ്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ 5അല്ല. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6ഒന്നല്ല, 6ഉം 5ഉം 11ഉം ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. അതിനെ ചുരുക്കി പറയാമെന്ന് മാത്രം.
അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, കുറേ വിശ്വാസങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞതാണ്, എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്കറിയൽ നിർബന്ധമില്ല, വല്ലിപ്പാൻ്റെ പേര് ഏതായാലും അറിയണ്ട. എൻ്റെ വാപ്പാൻ്റെ പേര് അബൂബക്കർ എന്നാണ്, വല്ലിപ്പാൻ്റെ പേര് അഹമ്മദ് എന്നാണ്, വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, അബ്ദുറഹ്മാൻ എന്നവരുടെ വാപ്പാൻ്റെ പേര് മരക്കാർ എന്നാണ്. എനിക്കൊരു 25 വാപ്പാരുടെ പേരറിയാം. കാണാതെ അറിയുന്നല്ല, നോക്കിയിട്ട് അറിയാൻ പറ്റും, പക്ഷെ നിർബന്ധമില്ല. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരുടെ പേരറിയൽ ഈമാൻ്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്രസയിലെ ബുക്കിലുണ്ട്, മറന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് മറക്കുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. എന്താണ് ഈ മറക്കണതിൻ്റെ ഒരു കാരണം എന്നത് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറയാം. അതിനൊരു കാരണമുണ്ട്. പല വിഷയങ്ങളും നമ്മൾ ഇതേമാതിരി പഠിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ 25 അമ്പിയാക്കളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അള്ളാൻ്റെ 20 വാജിബായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അള്ളാഹുവിൻ്റെ 20 മുസ്തഹീലായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അങ്ങനെ മറക്കാൻ പാടില്ല. ഈമാൻ കാര്യം കൂടി മറന്നാൽ പിന്നെന്താ അതിൻ്റെ അവസ്ഥ? പിന്നെന്താ നമ്മൾ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്ന് രണ്ടാക്കി മാറ്റാണ്ടായ കാരണം? അതൊരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നു. തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാനില്ല, എന്നാൽ ഞങ്ങൾക്ക് പരിചയവുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളെ ഞങ്ങൾക്ക് പരിചയമില്ല, എന്നാൽ യാത്രയുടെ അടയാളം കാണാനില്ല. മനുഷ്യരൂപത്തിൽ വന്നു. കാലിൻ്റെ മുട്ടിനോട് മുട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നു കൊണ്ട് മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. ഇസ്ലാം എന്താണ്? അപ്പോൾ 5 കാര്യം പറഞ്ഞു. വമൽ ഈമാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ തഅബ്ദുല്ലാഹ കഅന്നക തറാ ഇലാ ആഖിരി പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു, മതസ്സാ ഖിയാമത്ത് നാൾ എന്നേക്കാരെന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ചോദിച്ചത് 2 ആളുകളാണ്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിച്ചത് ഈ സന്ദർഭം. വേറൊന്ന് ഒരിക്കൽ ഒരു സഹാബി വര്യൻ, മലം പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി നബി തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഖിയാമത്ത് നാൾ എന്നാകുന്നു? നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, വമാ അഅദത്തലഹ, ഡേറ്റ് എന്നായാൽ എന്താ? നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് എൻ്റെ അടുക്കലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു വർത്താനാണ് ശരിക്കത്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണ് ആ പറഞ്ഞത്. നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോടൊപ്പമായിരിക്കുമെന്ന്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടുമാസമാണ് ഇപ്പോൾ റബീഉൽ ആഖിർ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന ആള് ജീലാനി ഷെയ്ഖിൻ്റെ കൂടെയായിരിക്കും. സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടുമാസമാണ് അടുത്തത്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന ആൾ അവരുടെ കൂടെയായിരിക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആൾ മുത്ത് നബിയുടെ കൂടെയായിരിക്കും. കൂടാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫിർദൗസിലാണ് പുണ്യ നബി ഉണ്ടാവുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ ഈ ചരിത്ര പഠനം എന്ന് പറഞ്ഞത് നമ്മൾ വലുതായതിൻ്റെ ശേഷം പഠിക്കണമാണ് ശരിക്ക്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ചരിത്രം പഠിപ്പിക്കണം എന്നാണ്. പ്രത്യേകിച്ച് നബി തങ്ങളുടെ ചരിത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പഠിപ്പിക്കണം. നബി തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കണം. ഇന്നിപ്പോൾ നമ്മളെ റബീഉൽ അവ്വൽ 12-ന് നമ്മളെ നാട്ടിലൊക്കെ നബിദിന പരിപാടി ഉണ്ടാവും. പക്ഷേ കുട്ടികൾ പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് ആയിരിക്കും. വലിയ അവിടെ എന്തുണ്ടായി, ഇവിടെ എന്തുണ്ടായി, സുഡാനിൽ എന്തുണ്ടായി എന്നൊക്കെ പഠിപ്പിക്കുക. ശരിക്കും കുട്ടികൾ പറയേണ്ടത് കുട്ടികളുടെ പ്രവാചകൻ നബി തങ്ങളുടെ കുട്ടിക്കാലം, ഇതൊക്കെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം പഠിക്കാൻ മാത്രമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാൻ പഠിച്ചത് സഅദിയ ഗോത്രത്തിൽ നിന്നാണ്. ഹലീമത്തു സഅദിയ, ഹലീമ ബീവിയാണ് നബിനെ വർത്താനം പറയാൻ പഠിപ്പിച്ചത്.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന ആള് ഞാനാണ്. കാരണം ഞാൻ സഅദിയ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചിട്ടുള്ളത്. മക്കക്കാർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മക്കയിലുള്ളത് കച്ചവടക്കാരാണ്, വർത്തക മുതലാളിമാരാണ്, കച്ചവടക്കാരാണ്. കച്ചവടക്കാരായതുകൊണ്ട് തന്നെ വർത്താനം പറയുമ്പോൾ എല്ലാ ഭാഷയും ഉണ്ടാവും. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലൊക്കെ കുറച്ചാലും ജിദ്ദയിലൊക്കെ കുറച്ചാലും പോയി നിന്ന ആൾ പിന്നെ നാട്ടിൽ വന്നാൽ ഓൻ വർത്താനം പറയുമ്പോൾ അതിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും ഒക്കെ ഉണ്ടാവും. അങ്ങാടിയത്തെ ഒരു വർത്താനം പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ നബി തങ്ങൾ വർത്താനം പറയുമ്പോൾ അറബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പരിശുദ്ധമായ അറബി. അതിന് മുത്തുനബി തന്നെ കാരണം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസീഹായ അറബി സംസാരിക്കുന്ന ആൾ ഞാനാണ്. കാരണം ഞാൻ സഅദിയ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചത്. 3-ാമത്തെ വയസ്സിൽ ഹലീമ ബീവിയുടെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. മുലയൂട്ടാൻ വേണ്ടി ഉമ്മയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിൽ നിന്ന് നബി തങ്ങളെ വാങ്ങി ഹലീമ ബി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയി. 2 വർഷത്തിനാണ് കരാറ്. അതിൻ്റെ ഇടയിൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഒന്ന് കൊടുന്ന് ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിർത്തി ഒന്ന് കാണിച്ചു കൊടുത്ത് പിന്നെയും കൊണ്ടുപോകും. 2-ാം കൊല്ലം പൂർത്തിയാകുമ്പോൾ വീണ്ടും മുലകുടി മാറ്റിയിട്ട് കൊണ്ടുവരും. പക്ഷെ നബി തങ്ങളെ 3-ാം പ്രാവശ്യവും കൊണ്ടുപോയി. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ കൊടുന്നാക്കാൻ വേണ്ടി വന്നു. കുറച്ചും കൂടി ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം വാങ്ങിയിട്ട് 3-ാമതും കൊണ്ടുപോയി. 3-ാമത് കൊണ്ടുപോയ സമയത്താണ് നെഞ്ച് കിളർത്തിയ അത്ഭുത സംഭവം ഉണ്ടായത്. മഹാനായ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത സർജറി നടത്തിയ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടയാളം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. കെട്ടുകഥയല്ല എന്നർത്ഥം. ഒറിജിനൽ സർജറി തന്നെയായിരുന്നു. ഹൃദയം പുറത്തെടുക്കുകയും കഴുകി വൃത്തിയാക്കി അതേ സ്ഥാനത്ത് മടക്കി വെച്ച് തുന്നിക്കെട്ടി അവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് ഒറിജിനലാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തത്ഹീറിനെ കുറിച്ച് സയ്യിദുൽ ഉലമ പറയണ്ടായി. ഒറിജിനലാണ്. എന്താ കാരണം? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആ സർജറി നടന്ന സ്ഥലം എനിക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാതെ കാണൂല. കാരണം നബി തങ്ങൾ കുപ്പായിടാതിരിക്കലില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷർട്ട് ധരിക്കാതെ, കമീസ് ധരിക്കാതെയോ ഷർട്ട് ധരിക്കാതെയോ കുപ്പായം ധരിക്കാതെ ഇരിക്കാറില്ല. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കുപ്പായം ധരിക്കാത്ത സമയം തെരഞ്ഞെടുത്തിട്ട് കിട്ടിയില്ല. പൂർവകാല വേദങ്ങളിൽ നിന്ന് അദ്ദേഹം നബി തങ്ങളുടെ മുതുകത്ത് പ്രവാചകത്വം അറിയിക്കുന്ന ഒരു അടയാളമുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മദീനയിൽ ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയായാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നത്. അപ്പോഴാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നത്. താൻ പഠിച്ചതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നബി തങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. സ്വതക്ക ഭക്ഷിക്കയില്ല എന്നതായിരുന്നു 1-ാമത്തെ ലക്ഷണം. അത് നബി തങ്ങളിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ ഭക്ഷിക്കുമെന്നതായിരുന്നു 2-ാമത്തെ ലക്ഷണം. അതും നബി തങ്ങളിൽ കണ്ടു. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം മുതുകത്തുണ്ട് എന്നതായിരുന്നു 3-ാമത്തെ ലക്ഷണം. എങ്ങനെ നോക്കിയിട്ടും കാണാനില്ല. കാരണം നബി തങ്ങൾ ഷർട്ട് ധരിക്കാതെ നടക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സ്വഹാബികളിൽപ്പെട്ട ഒരു പ്രമുഖനായ ആൾ മരണപ്പെട്ടു. എല്ലാവരും ജനാസ മറവ് ചെയ്യുന്നതിന്, ഖബർ കളക്കുന്നതിന്, കുളിപ്പിക്കുന്നതിന്, കഫൻ ചെയ്യുന്നതിനൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുത്തുനബിയുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ അൽ ഫാരിസിയും വന്നു. ഖബർ കളക്കണതിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് വലത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി കാണാണ്ടോന്ന്. നബി തങ്ങൾ ഖബർ കളക്കാൻ കൂടെയുണ്ട്, കുപ്പായം കഴിച്ചിട്ടില്ല. പിന്നൊന്ന് ഇടത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി കാണാണ്ടോന്ന്. അങ്ങനെ 2 സൈഡിലും മാറി മാറി മറവിയൽ കയ്യോളം നോക്കിയിട്ടും കണ്ടില്ല. എല്ലാവരും മറവ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം പോയപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനെ വിളിച്ചു. സൽമാനല്ലേ ആ നിൽക്കണമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ വാറണം. കുപ്പായത്തിൻ്റെ കുടുക്കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു.
ഇതല്ല ഞാൻ നോക്കുന്ന സംഭവം എന്ന് ചോദിച്ചപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിലേക്ക് വന്നത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിൽ കാണാം. ഞാനിത് പറഞ്ഞത് നബി തങ്ങൾ കുപ്പായിടാതിരിക്കലില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സമയങ്ങളിലും അങ്ങനെയായിരുന്നു. അപ്പോൾ നെഞ്ച് പിളർന്ന അത്ഭുത സംഭവം ഉണ്ടായി എന്നല്ല, നെഞ്ച് കീറിയ സ്ഥലം അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 വയസ്സ് കഴിഞ്ഞ് നബി തങ്ങളെ കൊടുന്നാക്കി ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പോയി. നബി തങ്ങൾ മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് നബിനെ കാണാനില്ലാതായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബ് എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചു, കാണാനില്ലാതെ വന്നപ്പോൾ മൊത്തത്തിൽ വിളംബരം ചെയ്തു, മുഹമ്മദിനെ കാണാനില്ല എന്ന് പരസ്യം ചെയ്തു. എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല. അവസാനം മുഹമ്മദിനെ തിരിച്ചു കിട്ടിയാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം ദാനം ചെയ്യാമെന്ന് അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കി. പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ ചെന്ന് കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു. അപ്പോൾ ഒരു അശരീരി കേട്ടു. യമനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചാൽ വലതുഭാഗത്ത് കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ മുഹമ്മദ് ഉണ്ട് എന്നതായിരുന്നു അശരീരി. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും അശരീരിയിൽ പറഞ്ഞ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. യമനിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്ത് കണ്ട മരച്ചുവട്ടിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തിൻ്റെ ചില്ലകൾ ഒഴിച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു. അവിടുന്ന് നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബ് തൻ്റെ നേർച്ച നിറവേറ്റുകയുണ്ടായി എന്നാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ കുട്ടികൾക്ക് കുട്ടിയായ നബിനൊന്ന് പഠിപ്പിക്കണം. ആദ്യം നമ്മൾ ഈമാനിൻ്റെ അസ്ല് മുസ്തഫാ നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലു മാ ആതാ ബിഹിർ റസൂലു ഫഹഖു